ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാറക്സിൽ നിന്ന് വിഷ്ണു. ഇന്ന് നമ്മളുടെ ടീം എല്ലാവരും കൂടി ഒരു വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഭയങ്കര നോട്ടത്തിലാണ്. അപ്പോൾ എന്നതാണ് അതുമേൽ പ്രോബ്ലം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഐശ്വര്യയോട് ചോദിക്കാം. ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നൊന്ന് പറയാം. നമ്മുടെ കാറക്സിലേക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത് ഒരു ഗ്രഫൈൻ കോട്ടിങ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഷോറൂമിൽ നിന്ന് പോളിഷിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് അവർ കൊടുത്തത്. പക്ഷേ ആ പോളിഷിങ്ങിൽ നിന്ന് ഒരുപാട് അപാകതകൾ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ആയിട്ടൊരു മാസ്കിങ് ചെയ്യാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം മെഷീനിലെ പാട് കറങ്ങി ഫെയ്ഡായിരിക്കുവാണ്. അതുപോലെ തന്നെ ക്ലീനപ്പ് കറക്റ്റ് അല്ല. എല്ലാ എഡ്ജസിലും മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ബോണറ്റ് അതുപോലെ മിക്ക പീസുകളിലും മെഷീൻ കറങ്ങിയ പാട് വന്നിട്ട് പെയിൻറ്റ് ഒരു ഫെയ്ഡ്നെസ് വന്നിട്ടുണ്ട്, കളർ ഫെയ്ഡ്നെസ് ആയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പോളിഷിങ് സ്റ്റെപ്പുകൾ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു ഫെയ്ഡ്നെസ് ഇപ്പോൾ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം ഗ്രഫൈൻ കോട്ടിങ് ചെയ്യാനായിട്ട്. നിലവിൽ ഈ വാഹനം ഷോറൂമിലൊരു പോളിഷിങ് കഴിഞ്ഞാൽ, പക്ഷേ അത് സർഫസ് അത്ര പോളിഷ് ആയിട്ടില്ലായിരുന്നു. നമുക്ക് ഇനിയും നല്ലപോലെ പോളിഷ് ആകാനുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പോർഷനിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പോളിഷിങ് ചെയ്യണം. അപ്പോൾ എന്താണ് വ്യത്യാസം സംഭവിക്കുന്നതെന്ന് കാണണ്ടേ. ഇപ്പോൾ നമുക്ക് കുറച്ച് പോർഷൻ പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോളിഷ് ചെയ്തേക്കുന്ന പോർഷൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല പോളിഷിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ കോട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കംപ്ലയിൻസും നമ്മൾ ക്ലിയർ ആക്കി. വന്നതിനേക്കാളും ഡീപ്പ് ബ്ലാക്കിലേക്കാണ് നമ്മൾ വണ്ടി മാറ്റിയിരിക്കുന്നത്. നമുക്ക് വണ്ടി ഒന്ന് കാണാം.